സോഫാർ നമ്മൾ എന്ത് പഠിച്ചു? വേരിയബിൾസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് പഠിച്ചു, കോൺസ്റ്റൻസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് പഠിച്ചു. ഓക്കെ, ഇത് നമ്മൾ ഡാറ്റ ടൈപ്പ് ആണ് നോക്കുന്നത്. ആൻഡ് ലെറ്റ് മീ ക്ലിയർ എവറിത്തിങ്. ഓക്കെ, I don't need all these things. Okay, now what is a data type? See, നമുക്ക് പ്രോഗ്രാമിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ഡീൽ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഡാറ്റ പ്രോഗ്രാമിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും ഡാറ്റ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് സ്ട്രിങ് ടൈപ്പ് കാണും, സ്ട്രിങ് കാണും, നമ്പേഴ്സ് വരുന്നുണ്ടാവും. നമ്പേഴ്സ് വി ഹാവ് ടു ഹാവ് ബൂൾ വാല്യൂ, മേ ബി സം ലിസ്റ്റ് ഓഫ് ഡാറ്റ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ നമുക്ക് എന്ത് വേണ്ടി വരും, ഉള്ള ഡാറ്റയെ നമുക്ക് എന്ത് വേണ്ടി വരും, പ്രോഗ്രാമിനകത്ത് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് യു നീഡ് ടു സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഡാറ്റ വൈൽ ഡിക്ലയറിംഗ് എ വേരിയബിൾ. സോ ഡാറ്റ ടൈപ്സ് എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? ഇറ്റ് കാറ്റഗറൈസസ്, അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് യു ടു കാറ്റഗറൈസ് യുവർ ഡാറ്റ. ഫോർ എക്സാമ്പിൾ, ഡാറ്റ സപ്പോർട്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് ഡാറ്റ സപ്പോർട്ട് ചെയ്യും. ലൈക്ക് യു ക്യാൻ ഹാവ് നമ്പേഴ്സ്, okay, then you can have strings, then booleans, okay, then list, maps, then it supports sets, then null. Okay, these are the different types, and there are other types like dynamic object. There are other types. ഓക്കെ, സോ അപ്പോൾ നമ്മൾ നോക്കുന്നത്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഇതിലുള്ള ടൈപ്പുകൾ നോക്കുകയാണ്. അപ്പോൾ ദർ ആർ സം ബിൽറ്റ് ഇൻ ടൈപ്സ് ലൈക്ക് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ്. ഓക്കെ, ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സിന് അണ്ടറിൽ വരുന്നതാണെന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ മുകളിൽ പറഞ്ഞ നമ്പേഴ്സ്, സ്ട്രിങ്സ്, ബൂലിയൻ, ലിസ്റ്റ്, മാപ്പ്, സെറ്റ്, നൾ ആൻഡ് റൂൺസ് എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. റൂൺസ് ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് യൂണിക്കോഡ് വാല്യൂസ് ഓഫ് എ സ്ട്രിങ്. റൂൺസ് റെപ്രസെൻറ്റ് യൂണിക്കോഡ് വാല്യൂസ് ഓഫ് എ സ്ട്രിങ്. ഓക്കെ, ദെൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റ്സ് ചെക്ക് ദ നമ്പർ ടൈപ്പ്. ഓക്കെ, ഓക്കെ, നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ്. ഓക്കെ, നമ്പേഴ്സ് എന്താവാം, ഇറ്റ് ക്യാൻ ബി എൻ ഇൻറ്റീജർ, ഇറ്റ് ക്യാൻ ബി എ ഡെസിമൽ നമ്പർ, ദെൻ ഇറ്റ് ക്യാൻ ബി എ നെഗറ്റീവ് ഇൻറ്റീജർ ലൈക്ക് സൈൻഡ് ഇൻറ്റീജർ ആവാം, ഓർ ഇറ്റ് ക്യാൻ ബി ലൈക്ക് ദിസ് -2.2. Okay, so we have to deal with this type of data. So അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ ഐ എം ഗോയിങ് ടു ഡിക്ലെയർ ഇൻറ്റ് num1 equal to 100. That is an integer. So ഇവിടെ ഇതെന്തായിരിക്കും, ഇൻറ്റീജർ ടൈപ്പാണ്. ദിസ് ഇസ് അൺസൈൻഡ് ആണ്, ഇതിനകത്ത് സൈൻ ഒന്നുമില്ലല്ലോ, അൺസൈൻഡ് ആണ്. Then again I can have a double type, and there is no float here, double, and num2 equal to c, നേരത്തെ നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ 25.25 ഞാൻ എഴുതി. Okay, then these are the types. One is for integer, and this can be for signed and unsigned integer. Int num3 equal to hyphen -5 എന്ന് ഞാൻ കൊടുത്തു. This is signed integer. ദെൻ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡബിൾ num4 ഈക്വൽ ടു -5.25. ഓക്കെ, ആൻഡ് ദർ ഈസ് അനദർ ടൈപ്പ് കോൾഡ് നം എന്നുള്ള ടൈപ്പ് ഉണ്ട്. നം എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു ഹാവ് num5 ഈക്വൽ ടു 25. റൈറ്റ് നൗ നം ഈസ് ഇൻറ്റിജർ. ദെൻ യു ക്യാൻ ഹാവ് നം ടൈപ്പിൽ num6 ഈക്വൽ ടു 2.25. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ആൻഡ് ദ പാരന്റ് ക്ലാസ്. ഇൻറ്റീജർ എന്ന് പറയുന്നതും ഡബിൾ എന്ന് പറയുന്നതും ഈ നം ക്ലാസ് നിന്ന് ഡിറൈവ് ചെയ്തെടുത്തേക്കുന്ന സബ് ക്ലാസ്സസ് ആണ്. അപ്പോൾ ദിസ് ഈസ് എ പാരന്റ് ക്ലാസ്, നമ്പർ ക്ലാസ്, ആൻഡ് ദിസ് റെപ്രസെൻറ്റ് ഓൾ ദ നമ്പേഴ്സ് ലൈക്ക് ഡെസിമൽ നമ്പേഴ്സ് ആവാം, ഇൻറ്റീജേഴ്സ് ആവാം, സൈൻഡ് ആവാം, അൺസൈൻഡ് ആവാം, ഒക്കെ ആവാം. ഓക്കെ, ദെൻ യു ക്യാൻ ഡു കാൽക്കുലേഷൻസ്, ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. num1 + num2 നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് num1 + num2 ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട് വരുന്നത്, 100 + 25.25 എന്ന് പറയുന്നത് 125.25 ആയിരിക്കും. ദാറ്റ് ഷുഡ് ബി എ ഡബിൾ. സോ അതിൻ്റെ ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഡബിൾ ആയതുകൊണ്ട് യു ഹാവ് ടു സ്റ്റോർ ദാറ്റ് ഇൻ എ ഡബിൾ വേരിയബിൾ ലൈക്ക് ദിസ്. ഇവിടെ ഞാൻ എഴുതുകയാണെങ്കിൽ ഐ എം ഗോയിങ് ടു ഹാവ് എ ഡബിൾ വേരിയബിൾ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റിസൾട്ട്, ആൻഡ് യു നീഡ് ടു സ്പെൽ ഇറ്റ് കറക്റ്റ്ലി. ഡബിൾ റിസൾട്ട് ഈക്വൽ ടു num1 + num2. ഓക്കെ, ആൻഡ് വാട്ട് ഇഫ് ദിസ് ഈസ് ഇൻറ്റീജർ? നമ്മളിവിടെ ഇൻറ്റീജർ എന്ന് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ എറർ, ബിക്കോസ് ഈ എറർ എന്തായിരിക്കും, വാല്യൂ ഓഫ് ടൈപ്പ് ഡബിൾ കാൺ ബി അസൈൻ ടു ദ വേരിയബിൾ ഓഫ് ടൈപ്പ് ഇൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്.
ഇതിന് കാരണം ഇവിടുത്തെ എററിന് ദിസ് ഇസ് എറർ. ഐ വിൽ കോപ്പി ദിസ്. ആക്ച്വലി ഞാൻ എൻ്റെ സ്ക്രീൻ അല്ലെന്ന് തോന്നുന്നു, വിൻഡോ അല്ല ഷെയർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. മേ ബി നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുണ്ടോ അറിയില്ല. ഓക്കെ, വാല്യൂ ഓഫ് ടൈപ്പ് ഡബിൾ കാൺ ബി അസൈൻ ടു ദ വേരിയബിൾ ഓഫ് ടൈപ്പ് ഇൻഡ് എന്ന് തോന്നുന്നു. ആൻഡ് ഇത് എന്തായിരിക്കും ഈ എറർ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? ഈ എറർ മീൻ ചെയ്യുന്നത് ആക്ച്വലി ദിസ് എക്സ്പ്രഷൻ ഈസ് ഗിവിങ് യു എ ഡബിൾ വാല്യൂ. യു കാൺ സ്റ്റോർ ദാറ്റ് ഇൻ എ റൈറ്റ് സൈഡാണ് ആദ്യം എഴുതിയേക്കുന്നത്. അതായത് ഡബിൾ എന്ന് പറയുന്നത് ഇവിടുന്നാണ്, ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് എന്ത് വാല്യൂ ഓഫ് ടൈപ്പ് ഡബിൾ എന്ന് പറയുന്നത്. കാൺ ബി അസൈൻ ടു എന്ത് ഇൻറ്റീജർ ടൈപ്പിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത ഈ റിസൾട്ട് എന്നുള്ള RES എന്നുള്ള വേരിയബിളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ടു ചെക്ക് ദിസ്, വാട്ട് വിൽ ബി ദ റിസൾട്ട്. ദിസ് ഷുഡ് ബി എ ഡബിൾ. സോ ഓൺലി യു ക്യാൻ അസൈൻ ദാറ്റ്. അത് ഒരു ഡബിൾ ടൈപ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു ദിസ് ഈസ് ആക്ച്വലി റിസൾട്ട്, ബട്ട് ദ ടൈപ്പ് ഈസ് ആക്ച്വലി വാട്ട്, ഡബിൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഇതാണ് എന്ത് നമ്പർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ വേരിയബിളിന്റെ ഒബ്ജക്റ്റിന്റെ ടൈപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് num6? num6 ഡോട്ട് യു ക്യാൻ കോൾ റൺ ടൈം ടൈപ്പ്. ഓക്കെ, ദിസ് വിൽ ഗിവ് യു ദ ടൈപ്പ് ഓഫ് ദിസ് വേരിയബിൾ. ഈ വേരിയബിളിന്റെ ടൈപ്പ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ലെറ്റ് മീ റൺ ദിസ്. ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡബിൾ. ഓക്കെ, ആൻഡ് ഐ നീഡ് ടു ഗെറ്റ് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് num3. സോ ലെറ്റ് മീ കോപ്പി ദിസ് തിങ് and I'm going to call this on num3 dot runtime type. And this is actually, this is not a method. This is not a method. This is a getter. I'll explain what is getter and setter in the upcoming videos. And right now ഇതൊരു getter ആണെന്ന് ഓർത്തിരിക്കുക. അതായത് ഇത് ഒബ്ജക്റ്റ് ക്ലാസ്സിൽ നിന്നും വരുന്നതാണ് ഈ ഒരു getter. This is actually a method that is written inside your ഒബ്ജക്റ്റ് ക്ലാസ്. ഡാട്ടിലെ എല്ലാ ക്ലാസ്സും ഒബ്ജക്റ്റ് ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. അതിൽ നിന്ന് വരുന്നതാണ് എന്ത്, ഈ റൺ ടൈം ടൈപ്പ് എന്ന് പറയുന്ന ഗെറ്റർ. ആ ഗെറ്റർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വേരിയബിൾ. ഓക്കെ, സോ ഇവിടെ num3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൻഡ് ഇഫ് ഐ റൺ ദിസ്, ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇൻറ്റീജർ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് അബൌട്ട് യുവർ നമ്പർ ടൈപ്പ്, എസ്പെഷ്യലി ഇൻറ്റീജർ, ഡബിൾ ആൻഡ് ദ നം ടൈപ്പ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത്, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, സ്ട്രിങ് എന്നാണ്. ഓക്കെ, സോ സ്ട്രിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ട്രിങ് ഈസ് ആക്ച്വലി കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ട്രിങ് എന്ന് പറയുന്നത്. സ്ട്രിങ് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് എന്ത് സ്ട്രിങ് എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രിങ് ക്യാൻ ബി ഡബിൾ കോട്ടഡ്. ഒന്നെങ്കിൽ സ്ട്രിങ് എന്താവും, ഡബിൾ കോട്ടഡ് ആവും. അതല്ലെങ്കിൽ സ്ട്രിങ് എന്താവും, സിംഗിൾ കോട്ടഡ് ആവും. ഓക്കെ, ആൻഡ് യു ഹാവ്, ഇങ്ങനെ എഴുതാം, 3 ട്രിപ്പിൾ കോട്സിനകത്ത് നിങ്ങൾക്ക് എഴുതാം, ലൈക്ക് ദിസ്. വൺ മോർ തിങ്. ഓക്കെ, ആൻഡ് മൾട്ടി ലൈൻ സ്ട്രിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ആൻഡ് ഇത് സിംഗിൾ ലൈൻ സ്ട്രിങ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡിഫൈൻ സം സ്ട്രിങ് വേരിയബിൾ. ടൈപ്പ് ഇസ് സ്ട്രിങ് ആൻഡ് റിമെമ്പർ ദ S ഇസ് ക്യാപിറ്റൽ. ഇവിടെ എല്ലാം സ്മോൾ ലെറ്റർ ആണ്, ഇവിടുത്തെ S എന്താണ്, ക്യാപിറ്റൽ ആണ്. ഓക്കെ, സ്ട്രിങ് ഡാറ്റ ഈക്വൽ ടു hello, this is a string in the energy, and put a semicolon here, and this is actually the string type, and this can be ഞാൻ പറഞ്ഞു സിംഗിൾ കോട്സിനകത്ത് എഴുതാം. ഓക്കെ അല്ലേ? ദെൻ നിങ്ങൾക്ക് ട്രിപ്പിൾ കോട്സിനകത്ത് എഴുതാം, 1 2 3 1 2 3 ഇങ്ങനെ എഴുതാം. ബട്ട് യു ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ആൻഡ് ഇത് ഡബിൾ കോട്സോ സിംഗിൾ കോട്സോ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, യു കാൺ സ്പ്ലിറ്റ് ദാറ്റ്. ഇവിടെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എൻ എറർ, ബിക്കോസ് ഇവിടെ ഒരു എൻഡ് ഓഫ് ലൈൻ, ഒരു ബ്രേക്ക് വന്നു, ഒരു റിട്ടേൺ കാരേജ്, ഇവിടെ റിട്ടേൺ വന്നുകൊണ്ട് നെക്സ്റ്റ് ലൈനിലേക്ക് വന്നുകൊണ്ട് കമ്പൈലർ എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഡ് ഓഫ് ലൈൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഇറ്റ്സ് പാർട്ട് ഓഫ് സെയിം സ്ട്രിങ് ആണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രിപ്പിൾ കോട്സിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് സ്ട്രിങ് എന്ന് പറയുന്നത്, സ്ട്രിങ്. ഓക്കെ, ലെറ്റ് മീ ഹാവ് സംതിങ്. നമ്മൾ നേരത്തെ എഴുതിയാണിത്. ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ റൗണ്ട് ചെയ്യാം. സപ്പോസ് എനിക്ക് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. യു ഹാവ് എ വാല്യൂ കോൾഡ് ഡബിൾ ലൈക്ക് ദിസ്, ആൻഡ് ഞാൻ ഇതിൻ്റെ കൂടെ എന്ത് വരണം, എനിക്ക് ആ ഡബിൾ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്തത്, ഡോളർ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഡോളർ ദാറ്റ് num2 ഞാൻ കോൾ ചെയ്തു. ഓക്കെ, നൗ ഇതിനെ റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ num2 ഇത് ഞാൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഞാൻ പ്രിന്റ് ചെയ്യാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് num2 എന്ന് ഞാൻ എഴുതി. ഓക്കെ, ആൻഡ് പുട്ട് എ സെമിക്കോളൻ, ആൻഡ് ഞാൻ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം, നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 25.25 എന്ന് കിട്ടും num2. No, I need to return data.
ഡാറ്റ. ഓക്കെ, ഡാറ്റയാണ് റൺ ചെയ്യേണ്ടത്. ഓക്കെ, ഡാറ്റ കൊടുത്തു. ഹലോ, ദിസ് ഇസ് എ സ്ട്രിങ് ആൻഡ് വാല്യൂസ് 25. ഐ നീഡ് ടു റൗണ്ട് ദിസ് തിങ്. ഇതിനെ റൗണ്ട് ചെയ്യണം. റൗണ്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ഹാവ് സംതിങ് കോൾഡ് റൗണ്ട് മെത്തേഡ് അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? num2 dot you can call to string as fixed call ചെയ്യും. To string as fixed and how many fractions you need after that decimal you need 2 എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ മാത്തമെറ്റിക്കലി നമ്മളുടെ റൗണ്ടിങ് റൂളൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇത് റൗണ്ട് ചെയ്യും. ഇത് 5 ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ ഇവിടെ എന്ത് വരും? 26 എന്നായിരിക്കും ഉത്തരം കിട്ടുക. ബിക്കോസ് ഇത് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ മാത്തമെറ്റിക്സിൽ നമ്മൾ നോർമലി ചെയ്യുന്ന റൗണ്ടിങ് റൂൾ എന്ത് ചെയ്യും? ഇവിടെ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ ഫിക്സഡ് സ്ട്രിങ് ആക്കിയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് റൗണ്ട് ചെയ്തെടുത്ത് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റൗണ്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രിങ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓർത്തിരിക്കുക, സിംഗിൾ ലൈൻ സ്ട്രിങ് സിംഗിൾ ഓർ ഡബിൾ കോഡ്സിലായിരിക്കും, മൾട്ടി ലൈൻ സ്ട്രിങ് എന്തായിരിക്കും? ട്രിപ്പിൾ കോഡ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ യു ക്യാൻ ഹാവ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ സിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്ലാഷ് എന്നൊക്കെ ഉണ്ടായിരിക്കും. സി ഐ നീഡ് എ ബ്രേക്ക് ഹിയർ, this is a string എന്ന് വരണം, and after this I need a enter. So slash n ഞാൻ എന്നുള്ള എന്തിന് സ്പെഷ്യൽ ക്യാരക്ടറിനെ കോൾ ചെയ്യാം. സ്ലാഷ് എന്ന് ഞാൻ എഴുതി, ഞാൻ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഇവിടെ സ്പേസ് ഉള്ളതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ഒരു എക്സ്ട്രാ സ്പേസ് ഇവിടെ കണ്ടോ? ഒരു എക്സ്ട്രാ സ്പേസ് കിടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാല്യൂ ലൈക്ക് ദിസ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ സ്ലാഷ് എൻ ദെൻ എ സ്ലാഷ് ടി. ഇവിടെ എനിക്ക് സ്ലാഷ് ടി വരണമെങ്കിൽ ടാബാണ്. അപ്പോൾ ബ്രേക്ക് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ഒരു സ്ലാഷ് ടി എന്ത് ചെയ്യും? അതിനകത്ത് ഒരു ടാബ് ഇവിടെ കണ്ടോ? ഒരു ടാബ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ പിന്നെന്തായിരിക്കും? നിങ്ങൾക്ക് ടൈപ്പ് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ട്രിങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സ്ട്രിങ് ഉണ്ട്. ലൈക്ക് എനിക്കിവിടെ ഐ ഹാവ് എ സ്ട്രിങ് കോൾഡ് സ്ട്രിങ് പ്രൈസ് എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ട്. എൻ്റെ മൗസ് ലൂസ് ആണ്, അതാണ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് മീ മൂവ് ദിസ് ഔട്ട്, റിമൂവ് ചെയ്യാം. സ്ട്രിങ് പ്രൈസ് ഈക്വൽ ടു ഐ ഹാവ് എ സ്ട്രിങ് ദിസ്. ഞാൻ പ്രൈസ് എൻ്റെ സ്ട്രിങ് ആയിട്ടാണ് വന്നത്. 125.25 എന്നാണ് വന്നിരിക്കുന്നത്, or 125 like this. Okay, and I need to get the value. What is the runtime time? ഇതിന്റെ ടൈപ്പ് എന്തായിരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആക്ച്വലി സ്ട്രിങ് ആയിരിക്കും. See, I need to convert this into, I'm going to have something like this, price dot runtime type ഞാൻ വിളിച്ച് എന്തായിരിക്കും കിട്ടുന്നത്? See, let me have a print here, and price dot runtime type എന്ന് ഞാൻ വിളിച്ചു. റൂൾസ് അല്ല, runtime type ആണ്. Okay, and ഞാനൊരു സെമിക്കോളൻ ഇട്ടൂടെ. Then after this thing I'm going to have int dot parse, then call that price dot to string എന്ന് ഞാൻ കൊടുത്തു. Okay, then again I'm going to check the type ഞാൻ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? price dot runtime type again കോൾ ചെയ്തു. Okay, for just checking what is the type change. ഇവിടെ ഉള്ള ഈ കാസ്റ്റിംഗ് ഹാപ്പൻ ചെയ്തു. ഒരു ടൈപ്പിൽ നിന്നും വേറെ ടൈപ്പിലേക്ക് മാറ്റുന്നതാണെന്ത് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലെറ്റ് മി റൺ ദിസ്. ഇവിടെ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇനീഷ്യലി ദാറ്റ് ഈസ് എ സ്ട്രിങ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ എം ഗോയിങ് ടു പാഴ്സ് ദിസ് ടു initially this is a string, then why I'm not getting both are strings. And int dot to parse price എന്ന് എഴുതിയിട്ട് നോ, int dot parse price dot to string എന്ന് എഴുതി. Okay, and I need to store this in a variable. Actually ഇത് എന്ത് ചെയ്യണം? I'm going to have price equal to int dot parse, actually price new price എന്നാക്കാം. Okay, it's my mistake. And new price equal to new price നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. So I'm having a int new price equal to this thing. So I need to get the type of new price. So new price equal to new price dot runtime type. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? int എന്ന് കിട്ടണം. Okay, now you can see we just successfully converted that string into an integer. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? And what if this is a double value? I'm going to have a 0.25 here, and I'm going to convert this into something like this. You get an exception here. This is called runtime error or exception, and we'll check in detail how you can handle this exception in Dart. അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് റൺ ടൈം ടൈപ്പിൽ എക്സെപ്ഷൻ അടിച്ച് എന്തായിരിക്കും? ഇതിനെ ഒരു ഇൻറ്റീജർ ആക്കി മാറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ ഇൻറ്റീജർ ആക്കി മാറ്റി തരും. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല?
ആസ് ഇറ്റ് ഈസ് ഇതിനെ ഇൻറ്റീജർ ആക്കാൻ പറ്റില്ല, പക്ഷെ ഇതിനെ എന്താക്കാൻ പറ്റും, ഡബിൾ ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഡബിൾ ഡോട്ട് പാഴ്സ് എഴുതി കൂടെ എഴുതാമല്ലോ. എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഇതിനെ ഡബിൾ ഡോട്ട് പാഴ്സ് ആക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു ഡബിൾ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതൊരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻറ്റീജറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ടു ഡിഫൈൻ ദാറ്റ് ഇൻ ഡബിൾ. ഓക്കെ, then let me clear this thing and run it again. Now you will get double. Okay, so this is how you convert string to into int or double, whatever type you want. Okay, അപ്പോൾ അത് ക്ലിയർ അല്ലേ. ഇനി വേണ്ടത്, അപ്പോൾ നമ്മൾ എന്ത് വെച്ചു, കൺവേർട്ടിങ് സ്ട്രിങ്ങിനെ ഇൻറ്റ് ആക്കുന്നതും ഡബിൾ ആക്കുന്നതും മാറ്റി. ഇനി ഇത് തിരിച്ച് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്കൊരു ഇൻറ്റീജർ ഉണ്ട്, അതിനെ നിങ്ങൾക്ക് ഡബിൾ ആക്കി അല്ലെങ്കിൽ സ്ട്രിങ് ആക്കി മാറ്റാൻ പറ്റുമോ? ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ പഠിച്ച ടു സ്ട്രിങ് മെത്തേഡ് അല്ലോ. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ ഈക്വൽ ടു 25 എന്നുണ്ട്. ക്യാൻ യു ചേഞ്ച് ദിസ് ടു പ്രിന്റ് എ ഡോട്ട് എ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്, എയുടെ ടൈപ്പ് എന്തായിരിക്കും, എ എന്ന് എഴുതി, ഞാൻ എ എന്ന് എഴുതി എ ഡോട്ട് റൺ ടൈം ടൈപ്പ് വിളിച്ചു. ഓക്കെ, ടൈപ്പ് അല്ല നമുക്ക് നോക്കുന്നത്, എ ഡോട്ട് റൺ ടൈം ടൈപ്പ് വിളിച്ചു, ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇൻറ്റ് എന്ന് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു കൺവേർട്ട് ദിസ് ഇൻ ടു സ്ട്രിങ് എന്നാക്കി, ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ടു സ്ട്രിങ്. എഗെയിൻ ഞാൻ എന്ത് ചെയ്തു, റൺ ടൈം ടൈപ്പ് വിളിച്ചു. ആൻഡ് യു ക്യാൻ ചേഞ്ച് സംതിങ് ലൈക്ക് ദിസ്. ഇതേപോലെ എ ഡോട്ട് ടു സ്ട്രിങ് എന്ന് എഴുതി, ദെൻ റൺ ടൈം ടൈപ്പിനെ കോൾ ചെയ്തു. ആൻഡ് ഇഫ് ഐ റൺ ദിസ് യു വിൽ ഗെറ്റ് സ്ട്രിങ്. നൗ എ ഈസ് സക്സസ്ഫുള്ളി കൺവേർട്ടഡ് ടു സ്ട്രിങ്. ഓക്കെ, ആൻഡ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യൽ പോസിബിൾ ആണ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഡബിൾ ആക്കി മാറ്റാൻ പറ്റുമോ, അതായത് നമ്മിനെ ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് വേണ്ട, വേറൊരു വേരിയബിൾ എടുക്കാം. ഐ ക്യാൻ ഹാവ് ആൻ ഇൻറ്റ് സി ഈക്വൽ ടു എ വേരിയബിൾ കോൾഡ് 12.25 എന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്സ് നോട്ട് ആൻ ഇൻറ്റ്, ഇറ്റ്സ് ആക്ച്വലി ഡബിൾ. ഓക്കെ, ഡബിൾ വേരിയബിൾ ഉണ്ട്. ഇതിനെ നിങ്ങൾക്ക് സ്ട്രിങ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഇതിനെ ഇൻറ്റീജർ ആക്കി മാറ്റാൻ പറ്റുമോ? ഇതിനെ ഇൻറ്റീജർ ആക്കി മാറ്റാം. എങ്ങനെയായിരിക്കും മാറ്റുന്നത്, ഐ എം ഗോയിങ് ടു ഹാവ് എ വേരിയബിൾ കോൾഡ് ഇൻറ്റ് ഡി ഈക്വൽ ടു, ഞാൻ മീനിങ്ലെസ് ആയിട്ട് വേരിയബിൾസ് ഒക്കെ എഴുതുന്നുണ്ട് എളുപ്പത്തിന് വേണ്ടി. ഇൻറ്റ് ഡി ഈക്വൽ ടു യു ക്യാൻ കോൾ സി ഡോട്ട് ടു ഇൻറ്റ് എന്ന് കോൾ ചെയ്തു. ഓക്കെ, ആൻഡ് ഐ ക്യാൻ ഹാവ് പ്രിന്റ് സി, ഞാൻ പ്രിന്റ് സി ചെയ്തു. ആൻഡ് ലെറ്റ് മീ ക്ലിയർ ദിസ്. ഓക്കെ, ആൻഡ് ഒത്തിരി പൊക്കി വെക്കാമല്ലോ ഇവിടെ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇതാണ് നമ്മളെ കോഡ്. സി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, റൺ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻഡ് നോ ഐ നീഡ് ഡി. ഓക്കെ, സി പ്രിന്റ് ചെയ്തു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ നീഡ് ഡി. ഓക്കെ, ഡി പ്രിന്റ് ചെയ്യണം. ഡി പ്രിന്റ് ചെയ്തു. ഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോ യു ഗോട്ട് 12 ആണ് കിട്ടിയത്. അപ്പോൾ ഇത് ഒരു ടൈപ്പിൽ നിന്നും വൺ ടൈപ്പ് ടു അനദർ ആണ് എന്ത്, കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അനദർ ടൈപ്പ്, ദാറ്റ് ഈസ് കോൾഡ് കാസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ നമ്മുടെ പ്രിസിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാസ്റ്റിംഗ് നമ്മൾ എന്ത് വിളിക്കും, നോർമലി നമ്മൾ കോളുന്നത് ഡൗൺവേർഡ് കാസ്റ്റിംഗ് എന്നാണ്. പ്രിസിഷൻ കുറഞ്ഞ ടൈപ്പിൽ നിന്നും കൂടിയ ടൈപ്പിലേക്ക് മാറുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് വേറെ ഒന്ന് നോക്കാം. ഇവിടെ ഐ ക്യാൻ ഹാവ് എൻ ഇൻറ്റീജർ വേരിയബിൾ. ഓക്കെ, യു ഓൾറെഡി ഹാവ് എൻ ഇൻറ്റ് വേരിയബിൾ, that is int a is there. Okay, let me have int new int equal to a dot to double to double. Okay, and it's actually double, not int. Double a dot double new int equal to a dot double. Let me print that new int, and it is not new int and new double. Okay, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ന്യൂ ഡബിൾ എന്നാക്കി മാറ്റി. അതായത് ഒരു ഇൻറ്റീജറിനെ എടുത്തിട്ട് അതിനെ ഡബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തായിരിക്കും റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നോ യു ഗോട്ട് ആക്ച്വലി എ എന്ന് പറയുന്നത് 25 ആണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇതാക്കി മാറ്റിയപ്പോൾ എന്ത് കണ്ടോ, ഇവിടെ ഒരു ഡെസിമൽ പാർട്ടും കൂടി അപ്പർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്തരം കാസ്റ്റിംഗ് എന്തായിരിക്കും, അപ്വേർഡ് ആയിരിക്കും. പൊസിഷൻ കൂടുതലുള്ള ടൈപ്പിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും, അപ്വേർഡ് കാസ്റ്റിംഗ് എന്ന് വിളിക്കും. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെ പഠിച്ചു, കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. എന്തെന്ന് ഒരു ടൈപ്പിൽ നിന്നും വേറെ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം. ടു സ്ട്രിങ് മെത്തേഡ് ഉണ്ട്, ടു ഇൻ ഡോട്ട് പാഴ്സ് മെത്തേഡ് ഉണ്ട്, ഇൻറ്റു ഡോട്ട് പാഴ്സ്, ഡബിൾ ഡോട്ട് പാഴ്സ്. പക്ഷെ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ പാഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ഒരു സ്ട്രിങ്ങിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ടൈപ്പിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇൻറ്റു ഡോട്ട് പാഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്.
നമുക്ക് ഓൾറെഡി ഒരു നം ടൈപ്പിലുള്ള ഒരു സാധനത്തെ ഒരു വേരിയബിളിനെ വേറൊരു ടൈപ്പിലേക്ക് മാറ്റാൻ അതത് ടൈപ്പ് ഡോട്ട് ആ വാല്യൂ ഡോട്ട് വേരിയബിൾ ഡോട്ട് ടു ദ ടൈപ്പ് ടു ഇൻഡ് ടു ഡബിൾ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഉപയോഗിക്കുക. ഇനി ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ള വാല്യൂ ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ള വാല്യൂവിന് നിങ്ങൾക്ക് അതിന്റെ സ്ട്രിങ് കൺവേർഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടു സ്ട്രിങ് എന്ന് എന്ത് ചെയ്താൽ മതി, കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് കൺവേർഷൻ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത്, സ്ട്രിങ് ടൈപ്പിലാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് ലെറ്റ് മീ റിമൂവ് എവറിത്തിങ് ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് അഗെയിൻ void main. ഓക്കെ, ദെൻ മെയിൻ ഫംഗ്ഷൻ അകത്ത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബൂലിയൻസ് ആണ്. ഓക്കെ, ബൂലിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സാധാരണ, ട്രൂ ഓർ ഫോൾസ്. ഇതാണ് നമ്മൾ ബൂലിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആർ യു മാരീഡ്, ഈസ് എ ഡോർ ഓപ്പൺ, ഡസ് ഇറ്റ് ഫ്ലൈ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് ആക്ച്വലി ബൂലിയൻ വാല്യൂ. അപ്പോൾ നമുക്ക് അത്തരം വാല്യൂസ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ആർ യു കമ്മിങ് എന്ന് ചോദിക്കുകയാണ്, യെസ് ഓർ നോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് എന്ത് വേണം, യു നീഡ് ടു സ്റ്റോർ ദാറ്റ് വാല്യൂ. സോ ബൂൾ ഈസ് മാരീഡ് എന്ന് വേണ്ട ഒരു വേരിയബിൾ ഞാൻ ഉണ്ടാക്കി, ഈക്വൽ ടു, യു ക്യാൻ അസൈൻ ഇറ്റ് ട്രൂ. ഓക്കെ, ആൻഡ് യു ക്യാൻ ചെക്ക് ദ ടൈപ്പ് ഈസ് മാരീഡ് ഡോട്ട് റൺ ടൈം ടൈപ്പ്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റൺ ദിസ്. ഇത് ഞാൻ റൺ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിയർ ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു റൺ ദിസ്. നൗ യു ഗോട്ട് എ ടൈപ്പ് ഇസ് ബൂൾ. ദ വാല്യൂസ് ആക്ച്വലി എന്തായിരിക്കും, വാല്യൂസ് ആക്ച്വലി true and the type is bool. Okay, and what about I'm going to have print is married dot to string method na call it. Okay, now I'm going to run this. Now you got true, and what is the type, idinte type is married type, idinte type and idinte runtime type ഞാൻ call ചെയ്ത എന്തായിരിക്കും type, you can guess it because നമ്മൾ എന്ത് ചെയ്തു, അതിനെ സ്ട്രിങ് ആക്കി മാറ്റിയിട്ടാണ് എന്ത് ചെയ്ത് പ്രിന്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈപ്പ് എന്തായി മാറി, സ്ട്രിങ് ആയി മാറി. ഇതില്ലാണ്ട് ചുമ്മാ റൺ ടൈം ടൈപ്പ് വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ബൂലായിരിക്കും ടൈപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ബൂലിയൻ വാല്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ഓക്കെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, ലിസ്റ്റ് എന്നാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്തതിനകത്തൊക്കെ എന്തായിരിക്കും, സിംഗിൾ വാല്യൂസ് ആണ്. പക്ഷെ നമുക്ക് സംടൈംസ് മൾട്ടിപ്പിൾ വാല്യൂസ് എന്ത് ചെയ്യേണ്ടി വരും, ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ഡാറ്റ സ്ട്രക്ചർ ആണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്ത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഓക്കെ, സോ ഇത് നമുക്ക് ലിസ്റ്റ് എന്താണെന്ന് നോക്കുന്നത്. ലിസ്റ്റ് എന്ന് പറയുന്നത്, ലിസ്റ്റ് എനിക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ, അല്ലെങ്കിൽ ഐ നീഡ് ടു സ്റ്റോർ 5 സ്റ്റുഡൻസിൻ്റെ നെയിം സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാമല്ലോ, സ്ട്രിങ് നെയിം 1 ഓർ സ്റ്റുഡൻറ്റ് 1 ഈക്വൽ ടു യു ക്യാൻ ഹാവ് എ നെയിം 1 എന്ന് വേണ്ടി എന്ത് ചെയ്യാം, യു ക്യാൻ ക്രിയേറ്റ് 5 വേരിയബിൾസ്. ബട്ട് ലിറ്ററലി ഇത് മെമ്മറിയിൽ കണ്ടിന്യൂസ് ലൊക്കേഷൻ ആയിരിക്കില്ല, അത് മെമ്മറിയിലെ ഏതെങ്കിലും ലൊക്കേഷൻ, ഏതെങ്കിലും അഡ്രസ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഐ നീഡ് ദിസ് ടു ബി ഇൻ കണ്ടിന്യൂസ്, അല്ലെങ്കിൽ അടുത്തടുത്ത ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്യണം. അപ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വി നീഡ് സം അതർ ഡാറ്റ സ്ട്രക്ചർ ടു സ്റ്റോർ ദിസ് ടൈപ്പ് ഓഫ് ഡാറ്റ, ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യു ക്യാൻ യൂട്ടിലൈസ് സംതിങ് കോൾഡ് ലിസ്റ്റ് എന്നുള്ള ടൈപ്പിനെ ഉപയോഗിക്കാം. Okay, and there are different ways you can declare a list. I'm going to tell you the easiest way. Use the keyword list. Okay, then you can have names എന്ന് വേണ്ടി ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദിസ് എ നൊട്ടേഷൻ ലിസ്റ്റ്. ഓക്കെ, സിയിൽ നമ്മൾ അറേ പഠിച്ചിട്ടുണ്ടായിരിക്കും, അറേ എന്നുള്ള കാര്യം. അറേയുടെ ഡെഫിനേഷൻ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അറേ ഈസ് എ കളക്ഷൻ ഓഫ് ഹോമോജീനസ് ഡാറ്റ ഐറ്റംസ് എന്നാണ് നമ്മൾ അറേ പഠിച്ചിട്ടുള്ളത്. ആൻഡ് ദർ ഇസ് എ വേർഡ് കോൾഡ് ഹോമോജീനസ് സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ, ഹോമോജീനസ്. ദാറ്റ് മീൻസ് ഒരേ ജനസിൽ പെട്ടതാണ് എന്ത് ഹോമോജീനസ് മീൻസ്, ഒരേ ടൈപ്പിൽ പെട്ടത്. ഇപ്പൊ നമ്മൾ ഇൻഡ് അറയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അതായത് ഇൻഡിജർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്ട്രിങ് അറയാണ്, ക്യാരക്ടർ അറിയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്തു, ലിസ്റ്റ് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ ഇതിന്റെ ടൈപ്പിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് യു ക്യാൻ സ്റ്റോർ എനി ടൈപ്പ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഹാവ് എ നെയിം ഹിയർ. Okay, I can have a true value here, and I can have a integer value, a double value. All these things can be packed inside this array, and you can have something like this. And even you can store an array inside this thing. Okay, where array ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു ലിസ്റ്റ് വേറെ സ്റ്റോർ ചെയ്യാം, എനി ടൈപ്പ് എന്ത് ചെയ്യും, ഇത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ നമുക്കിവിടെ വേണ്ടത് നെയിംസ് ആണ് വേണ്ടത്. നമുക്കറിയാം നെയിംസ് എപ്പോഴും നോർമലി എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രിക്ട്നെസ് എങ്ങനെ കൊണ്ടുവരാം, ആ ടൈപ്പിന്റെ സ്ട്രിക്ട്നെസ് എങ്ങനെ കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ലിസ്റ്റ് എന്നുള്ള കീവേഡ് കഴിഞ്ഞിട്ട് ഒരു ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ടൈപ്പ് എന്ത് ചെയ്യാൻ പറ്റും, മെൻഷൻ ചെയ്യാം.
Now you can see an error here. ഇവിടെ ഒരു എറർ വരും ബിക്കോസ് ഇതിപ്പോൾ എന്തായി മാറി, സ്ട്രിങ് അറേ ആയി മാറി ഓർ സ്ട്രിങ് ലിസ്റ്റ് ആയി മാറി. ഇതിനകത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ടൈപ്പ് ഒന്നും ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കണ്ടെയ്ൻ ഓൺലി സ്ട്രിങ്സ്. Okay, now I have two students and I have two students or three students. Okay, and remember list is indexed. That means ലിസ്റ്റിലെ ഫസ്റ്റ് ഐറ്റം കിടക്കുന്നത് 0th ഇൻഡെക്സിലായിരിക്കും, സെക്കൻഡ് ഐറ്റം കിടക്കുന്നത് ഫസ്റ്റ് ഇൻഡെക്സിലായിരിക്കും, തേർഡ് ഐറ്റം കിടക്കുന്നത് സെക്കൻഡ് ഇൻഡെക്സിലായിരിക്കും. ഓക്കെ, ഇതാണ് ലിസ്റ്റിന്റെ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം 0. ഓക്കെ, ആൻഡ് ഞാൻ ഇത് ഇവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അതായത് ലിസ്റ്റിന്റെ ടൈപ്പ് എന്തായിരിക്കും. ഇതിന്റെ ടൈപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യേണ്ട വെച്ചിട്ട് ഹോവർ ചെയ്താൽ മതി. ലിസ്റ്റ് ആംഗിൾ ബ്രാക്കറ്റിൽ ഡൈനാമിക് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ വാട്ട് ഇസ് ഡൈനാമിക്? ഡൈനാമിക് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഇതിനകത്തുണ്ട്, ഡൈനാമിക്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം, പക്ഷെ ഇപ്പൊ ഞാൻ ജസ്റ്റ് പറയാം. ഡൈനാമിക് മീൻസ്, ഡൈനാമിക് എന്നുള്ള ടൈപ്പിന് ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ഓൾ ദ ടൈപ്പ്, എല്ലാ ടൈപ്പും എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യിക്കുക. അതാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ഈസ് അനദർ ടൈപ്പ് കോൾഡ് വാർ, ആൻഡ് വാറും ഡൈനാമിക് ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുന്ന ലിസ്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിത് ലിസ്റ്റ് നെയിംസ് ആയതുകൊണ്ട് എന്ത് മതി, യു ക്യാൻ ഹാവ് string list. Okay, then how can you access items from this list? See, I want to get the first student, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ പേര് എനിക്ക് പ്രിന്റ് ചെയ്യണം. See, if I print the end list like this, names എന്ന് ഞാൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, യു വിൽ ഗെറ്റ് എൻറ്റയർ ലിസ്റ്റ്. ഇവിടെ ഞാൻ നെയിംസ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു, എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് എൻറ്റയർ ലിസ്റ്റ് വിത്ത് ദ ലിസ്റ്റ് നൊട്ടേഷൻ. ഐ ഡോണ്ട് വാണ്ട് ദിസ്, ഐ വാണ്ട് ടു ഗെറ്റ് ദ ഫസ്റ്റ് സ്റ്റുഡന്റ്. സോ ലിസ്റ്റ് ഇൻഡെക്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, യു ഹാവ് ടു ആക്സസ് ദാറ്റ് ഇൻഡെക്സ്. ഓക്കെ, ഇൻഡെക്സ് ഞാൻ കോൾ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് the first student, and if you want to get the second student, you can have something like this. Okay, then Rahim കിട്ടി. And what if there is ഇല്ലാത്തൊരു ഇൻഡെക്സ് ഞാൻ ആക്സസ് ചെയ്തു 3. ആക്ച്വലി നമുക്ക് ഇൻഡെക്സ് 2 വരെ ഉള്ളൂ. ഐറ്റംസ് 3 ഉണ്ടെങ്കിലും ഇൻഡെക്സ് 0 തുടങ്ങിയോണ്ട് 3 ഉള്ളൂ. 2 വരെ വരുള്ളൂ. ഐറ്റംസ് എന്തുണ്ട്, 3 ഉണ്ട്. ഓക്കെ, ഞാൻ ഇല്ലാത്തൊരു ഇൻഡെക്സ് കൊടുത്താൽ യു വിൽ ഗെറ്റ് ആൻ എക്സെപ്ഷൻ. ആ എക്സെപ്ഷന്റെ പേര് ഓർത്തിരിക്കുക, റേഞ്ച് എറർ എന്നാണ്. റേഞ്ച് എറർ മീൻസ്, റേഞ്ച് എറർ കണ്ടാൽ ഓർക്കേണ്ട കാര്യം, നിങ്ങളൊരു ലിസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലാത്തൊരു ഇൻഡെക്സ് നിങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റേഞ്ച് എറേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ റിമെമ്പർ ദാറ്റ് റേഞ്ച് എറർ. അപ്പോൾ ഇല്ലാത്ത ഇൻഡെക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇല്ലാത്തൊരു സാധനം നിങ്ങൾക്ക് ഡാറ്റ എടുക്കാൻ പറ്റില്ലല്ലോ, കോമൺ സെൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഡാറ്റ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റിൽ നിന്ന് ഡാറ്റ എടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഇതാണ്. ആൻഡ് വി വിൽ ഡിസ്കസ് ലിസ്റ്റ് ഇൻ ഡീറ്റെയിൽ. ലിസ്റ്റിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഈ ടൈപ്പ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയും. ഓരോന്നും എടുത്തിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് ഡിഫറെന്റ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഡാറ്റ ടൈപ്പ് എന്താന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത്, ഐ നീഡ് സെറ്റ്സ്. ഓക്കെ, സെറ്റ് വേണം. അപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെറ്റിന്റെ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൺഓർഡേർഡ് കളക്ഷൻ ആണെന്ത് സെറ്റ് എന്ന് പറയുന്നത്. അൺഓർഡേർഡ് കളക്ഷൻ എന്ന് പറഞ്ഞത് ഓർഡേർഡ് കളക്ഷൻ അല്ല. ലിസ്റ്റ് ഒരു ഓർഡേർഡ് കളക്ഷൻ ആണ്. 0th ഇൻഡെക്സിൽ ഒരു ഐറ്റം, ഫസ്റ്റ് ഇൻഡെക്സിൽ ദർ ഈസ് ആൻ ഓർഡറിങ്. ലിസ്റ്റിന്റെ കേസിൽ അത്തരം ഓർഡറിങ് ഇല്ല, അൺഓർഡേർഡ് കളക്ഷൻ ആണ്. പക്ഷേ യുണീക്ക് ഐറ്റംസ് ആണ്. ലിസ്റ്റിന് ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റി. ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് നമ്പർ ലിസ്റ്റ് ഉണ്ട്, 1 2 3 4 5 6 എന്നുള്ളത്. ലെറ്റ് മീ ഡിഫൈൻ ദിസ് തിങ്. ഇതാണ് എന്റെ ലിസ്റ്റ്. ഓക്കെ, ഇതാണ് എന്റെ ലിസ്റ്റ്. ആൻഡ് ഐ ക്യാൻ ഹാവ് 1, 2, 3, 4, 5. This is a list, and you can have again a 1, again a 3. That is possible because ഇത് ഇൻഡെക്സ്ഡ് ആണ്. ഓർഡേർഡ് അൺഓർഡേർഡ് ലിസ്റ്റ് ഒന്നും അല്ല. ഓർഡറിങ് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഇതൊരു സെറ്റിന്റെ കേസ് ആണെങ്കിൽ ദിസ് ഇസ് നോട്ട് പോസിബിൾ, ബിക്കോസ് സെറ്റിൽ എന്തുണ്ടാക്കില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം ഉണ്ടാക്കില്ല. അപ്പൊ ഞാനിവിടെ ലെറ്റ് മീ ഡിഫൈൻ എ സെറ്റ് ഹിയർ. നോ, സെറ്റ് അല്ല, ഞാൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ലിസ്റ്റ് നമ്പേഴ്സ് ഈക്വൽ ടു എന്നുകൊണ്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് പോസിബിൾ ബിക്കോസ് ഡ്യൂപ്ലിക്കേഷൻ ഇവിടെ പോസിബിൾ ആണ്, ഓർഡേർഡ് ആണ്, ഇൻഡെക്സ്ഡ് ആണ് എന്നൊക്കെ അറിയാലോ. ദെൻ സെറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ലെറ്റ് മീ ഡിഫൈൻ എ സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യണം ഇതേപോലെ. സെറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു, ആൻഡ് നൊട്ടേഷൻ ഈസ് കേർലി ബ്രേസ് ആണ് സെറ്റിന്റെ നൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് 1, 2, 3, 4, 5, 6, again a 4, again a 5, again a 2, again a 1. ഓക്കെ, ഞാൻ ഡ്യൂപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഐ എം ഗോയിങ് ടു പ്രിന്റ് ദാറ്റ് ലിസ്റ്റ് ഫസ്റ്റ്. ലിസ്റ്റ് ഞാൻ പ്രിന്റ് ചെയ്തു, ഓൾ ദ ഐറ്റംസ് നംസ് ഞാൻ പ്രിന്റ് ചെയ്തു. ദെൻ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റ് ദാറ്റ് സെറ്റ് നമ്പേഴ്സ് ഉള്ള സെറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, പ്രിന്റ് ചെയ്യാണ്.
ഓക്കെ, നമുക്ക് എന്താ കിട്ടുക നോക്കാം അവിടെ. ഓക്കെ, ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, റൺ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ആക്ച്വലി നമുക്ക് ഇവിടെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്തില്ല, പ്രിന്റ് ചെയ്യില്ല. അത് ആ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഒന്നും ഇവിടെ എന്ത് ചെയ്യില്ല, പ്രിന്റ് ചെയ്യില്ല. സെറ്റ് ലിസ്റ്റ് പക്ഷെ എന്ത് ചെയ്യും, ഓൾ ഐറ്റംസ്, അതിനകത്തുള്ള എല്ലാ ഐറ്റംസും പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ചോദിക്കുന്ന ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു ലിസ്റ്റ് തന്നിട്ട് അതിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് പല രീതിയിൽ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. ഐ ഡു എ വീഡിയോ ഓൺ വാട്ട് ആർ ദ ഡിഫറെന്റ് വേസ് യു ക്യാൻ അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ത് ചെയ്താൽ മതി, ഈ ലിസ്റ്റിനെ സെറ്റാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, നംസ് ഡോട്ട് ടു സെറ്റ് വിളിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കൺവേർഷൻ പോസിബിൾ ആണ്. ടു സെറ്റ് എന്ന് വിളിച്ചു, ഞാൻ റൺ ചെയ്യാണ് ഇവിടെ. അഗെയിൻ ഐ എം ഗോയിങ് ടു റൺ ദിസ്. നൗ യു ഗോട്ട് സെറ്റ് ആണ്, രണ്ടും സെറ്റായി മാറി. ഇതാണ് എന്ത്, നമ്മളുടെ 1 2 3 4 5 6 എന്നുള്ളത്. ഇത് രണ്ടാമത്തെ നമ്മളുടെ സെറ്റ്. ഇതിനകത്ത് കണ്ടോ 1 2 3 4 ഉണ്ടായിരുന്നു, 5 ഉണ്ടായിരുന്നു, അഗെയിൻ 1 3 4 ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടുന്ന് എന്ത് ചെയ്തു, അതൊക്കെ ഇവിടുന്ന് പോയി. ആൻഡ് ഇത് നിങ്ങൾക്ക് ലിസ്റ്റ് ആയിട്ട് തന്നെ കിട്ടണേ എന്ത് ചെയ്യും, അഗെയിൻ നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ടു ലിസ്റ്റ് ആക്കി മാറ്റാം. അപ്പോൾ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി എ ലിസ്റ്റ് വിത്തൗട്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് ആയി മാറി. ആൻഡ് ദിസ് ഇസ് ദ വേ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഇന്റർവ്യൂസ് വോണ്ട് അലോ ദിസ് തിങ്. ഇത് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫോർ ലൂപ്പ് എഴുതിയൊക്കെ ചെയ്യാൻ പറയും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഡോണ്ട് വറി, അതെങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് എന്ത്, സെറ്റ് എന്നുള്ളത്. അപ്പൊ സെറ്റിൽ ഓർത്തിരിക്കണ അൺഓർഡേഡ് ആണ്, യുണീക്ക് ഐറ്റംസ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്തുണ്ട്, വി ഹാവ് സംതിങ് കോൾഡ് മാപ്സ്. അത് നമുക്ക് എന്താ നോക്കാം. മാപ്പ്. ഓക്കെ, സി ഇപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്ത ഒരു സ്റ്റുഡന്റിന്റെ 5 സ്റ്റുഡന്റിന്റെ പേരാണ് സ്റ്റോർ ചെയ്തത്. സി ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്നത്, ഒരു സ്റ്റുഡന്റിന് ഇത്രയും ഡാറ്റ ഉണ്ട്. നെയിം ഉണ്ട്, ആളുടെ ഏജ് ഉണ്ട്, അഡ്രസ് ഉണ്ട്. ഇത്രയും ഡാറ്റ ഉണ്ട് ഒരു സ്റ്റുഡൻറ്റ്. ഐ നീഡ് ടു സ്റ്റോർ വൺ മോർ തിങ്, ഇമെയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇമെയിൽ, ഇത്രയും ഡാറ്റ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ 5 സ്റ്റുഡൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള പോസിബിലിറ്റി എന്തായിരിക്കും, മേ ബി സംടൈംസ് നിങ്ങൾ ചിലരെങ്കിലും തിങ്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻറ്റ് 1 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് നെയിംസ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം, സ്റ്റുഡൻറ്റ് ഏജ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം, സ്റ്റുഡൻറ്റ് അഡ്രസ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം, സ്റ്റുഡൻറ്റ് ഇമെയിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ആൻഡ് അപ്പോൾ നമ്മൾ ലിറ്ററലി എന്ത് ചെയ്യേണ്ടി വരും, 1 2 3 4 5 ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ഇവിടെ ഉള്ള ദർ ഈസ് അനദർ എഫിഷ്യൻറ്റ് ഡാറ്റ സ്ട്രക്ചർ കോൾഡ് മാപ്പ്. ഓക്കെ, യു ക്യാൻ ഡിഫൈൻ എ മാപ്പ് സംതിങ് ലൈക്ക് ദിസ്. മാപ്പ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, സി സ്റ്റുഡൻറ്റ് 1 S1 ഞാൻ ഉപയോഗിച്ചു. നൊട്ടേഷൻ ഈ കേളി ബ്രേസ് തന്നെയാണ്. ഓക്കെ, ഈക്വൽ ടു, പക്ഷെ ഇവിടെ വാല്യൂ കിടക്കുന്നത് കീ വാല്യൂ പെയർ ആയിട്ടാണ്. ആൻഡ് കീ എന്ന് പറയുന്നത് ഡബിൾ കോട്ടഡ് സ്ട്രിങ് ആവും, അതല്ലെങ്കിൽ സിംഗിൾ കോട്ടഡ് ആവും. നെയിം എഴുതി, then I can have name is the, then I need age. Okay, age 35. Then I need address എന്ന് പറയുന്നത്. Okay, and I'm going to have Bangalore, and now it is Bangalore. Okay, Bangalore. Then and I can have email, and this is a string. And what is the name, john@gmail.com എന്നാണ്. ഓക്കെ, ആൻഡ് ഇതാണ് എന്ത്, മാപ്പ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എ കീ എ വാല്യൂ എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാപ്പ് എന്തായിരിക്കും, കീ വാല്യൂ പെയർ ആയിട്ട് ഉണ്ടാവുക. ഇത് ഡബിൾ കോട്ടഡ് സ്ട്രിങ് ആവാം, സിംഗിൾ കോട്ടഡ് ആവാം. ഈ കീ ഓൾവേസ് സ്ട്രിങ് ആയിരിക്കും. വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, വാല്യൂ ഇസ് ഡൈനാമിക്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ്. ഇവിടെ വന്ന് നോക്കുക, ഡൈനാമിക് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ടൈപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാം. ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, സ്ട്രിങ് കോമ ഡൈനാമിക് ആയിരിക്കും. സ്ട്രിങ് എഴുതിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. സി ഞാൻ ഇവിടെ സ്ട്രിങ് എഴുതി വെച്ചു, പിന്നെ എന്ത് സംഭവിക്കില്ല, ഈ ഇൻറ്റീജർ ഇവിടെ സംഭവിക്കില്ല. ബിക്കോസ് ഈ ആദ്യത്തെ പാർട്ട് കീയുടെയും രണ്ടാമത്തെ ടൈപ്പ് വാല്യൂവിന്റെ ആണ്. ഇവിടെ ഞാൻ സ്ട്രിങ് എഴുതിയോണ്ട് എന്ത് ചെയ്യില്ല, അവിടെ വാല്യൂ സ്ട്രിങ് തന്നെ വേണം. അപ്പൊ നമുക്ക് എന്തായിരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെ ആയിരിക്കില്ലല്ലോ. നമുക്ക് ഇൻ റിയൽ വേൾഡ് നമുക്ക് ഡിഫറെന്റ് വാല്യൂ വരാം. അപ്പൊ അത് ഡൈനാമിക് ആയിരിക്കും. ഈ മാപ്പിന് സെറ്റിനകത്ത് നിങ്ങൾക്ക് ടൈപ്പ് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ ഞാൻ സെറ്റ് എന്നുള്ള കീബോർഡ് ഉപയോഗിച്ചു. സെറ്റ് നംസ് ആണ്, നമ്പേഴ്സ് ലിസ്റ്റ് ആണ്. നംസ് എന്നാണ് ഈക്വൽ ടു ഐ ക്യാൻ ഹാവ് എ സെറ്റ് 1 2 3 4 എന്ന് എഴുതി. ഓക്കെ, ഇതിന്റെ ടൈപ്പ് എവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ സ്പെസിഫൈ ദ ടൈപ്പ് ഇൻറ്റ്. ഓക്കെ, ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, ഇറ്റ് ഇസ് പോസിബിൾ. അതേപോലെ ഇവിടെയും പോസിബിൾ ആണ്. അപ്പൊ ഇത് S1 ആണ്, സ്റ്റുഡൻറ് 1 ആണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡിഫൈൻ S2. Okay, I am going to define, and this thing is S2, and this is some other student, and student name is Alex, and that is 30, and same address, alex@gmail.com.
alex@gmail.com. Okay. See, I need to store. ഇനിയുള്ളൊരു ചലഞ്ച് ഇതാണ്. I need to. How can you get a value? ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന്റെ ഡാറ്റ എങ്ങനെ ആക്സസ് ചെയ്യും? നമ്മൾ ലിസ്റ്റിനകത്ത് ഇൻഡെക്സ് വെച്ച് വിളിച്ചിരുന്നു. ഇതിനകത്ത് എങ്ങനെ ആക്സസ് ചെയ്യും? ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? സി ഐ നീഡ് ടു ഗെറ്റ് ദ നെയിം ഓഫ് ദ സെക്കൻഡ് സ്റ്റുഡൻറ്റ്. S2 എന്ന് കോൾ ചെയ്യുക. S2 വാട്ട് ഈസ് എ കീ എന്താണെന്ന് എന്ത് ചെയ്യുക? പാസ് ചെയ്യുക നെയിം. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹാവ് S2ൻ്റെ എന്ത് ചെയ്യാൻ പറ്റും? ഏജ് ആക്സസ് ചെയ്യാം, അഡ്രസ് ആക്സസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ആക്സസ്. ഓക്കെ, ലെറ്റ് മീ റൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അലക്സ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഏജ്, ഇത് ഏജ് ആണെങ്കിൽ എന്ത് കിട്ടും? ഏജ് ആണെങ്കിൽ ആൻഡ് ഇവിടെ എന്ത് വരും? ഇത് ഷുഡ് ബി 30. ഓക്കെ, അത് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കുറേ ഡാറ്റകൾ നമ്മൾ മാപ്പ് ഉപയോഗിച്ചു. ഇങ്ങനത്തെ 10 സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ 4 സ്റ്റുഡൻറ്റിനെ നമുക്കൊരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമുക്ക് ആര് വരുന്നത്? ലിസ്റ്റ് ഓഫ് മാപ്സ് വരുന്നത്. ഓക്കെ, അതായത് ലിസ്റ്റ് ഓഫ് മാപ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ എം ഗോയിങ് ടു ഡിഫൈൻ എ ലിസ്റ്റ് കോൾ സ്റ്റുഡൻസ് ഈക്വൽ ടു ലിസ്റ്റ്. ഇങ്ങനെയാണല്ലോ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിലെ ഓരോ ഐറ്റം എന്തായിരിക്കും? ഫസ്റ്റ് ഐറ്റം S1 ആണ്, രണ്ടാമത്തെ ഐറ്റം S2 ആണ്. S1 ഒരു മാപ്പാണ്, S2 വേറൊരു മാപ്പാണ്. ഇതാണ് S1 ആണ് S2. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റിന്റെ ടൈപ്പ് എന്താണെന്ന് നമുക്കറിയാം. ഇതിൽ എല്ലാ സ്ട്രിങ് ആണെങ്കിൽ നമ്മളിവിടെ സ്ട്രിങ് എന്ന് എഴുതും, എല്ലാം ഇൻഡ് ആണെങ്കിൽ ഇൻഡ് എന്ന് എഴുതും. ഇതെല്ലാം മാപ്പാണ്, നമ്മൾ ഇവിടെ എന്ത് എഴുതി? മാപ്പ് എന്ന് എഴുതി. ഓക്കെ, ഇനി നോർമലി നിങ്ങൾ ഫ്ലട്ടറിലൊക്കെ കാണുന്നതായിരിക്കും എന്ത്? ഇവിടെ മാപ്പിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിലെ കീ വാല്യൂ പേഴ്സ് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഉള്ളിലുള്ള ഇന്നർ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തത് മാപ്പ് എന്ന് വെച്ചിട്ട് ആംഗിൾ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യുന്നത് ഇതിലെ ഓരോ മാപ്പും എന്തായിരിക്കും? കീ വാല്യൂ പെയർ ആയിരിക്കും, അതിലെ കീ സ്ട്രിങ് ആയിരിക്കും, വാല്യൂ ഡൈനാമിക് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ഡാറ്റ കിട്ടുക? എനിക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ പേരും ഏജും കിട്ടണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഐ എം ഗോയിങ് ടു പ്രിന്റ് ചെയ്തു. ഫസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം എവിടെ പോകണം? സ്റ്റുഡൻസ് ലിസ്റ്റിൽ പോകണം. ഫസ്റ്റ് സ്റ്റുഡൻറ്റിൽ എത്തണമെങ്കിൽ എവിടെ എത്തണം? ഇൻഡെക്സിൽ എത്തണം. ഈ ഇൻഡെക്സിൽ എത്തിയാൽ നമ്മൾ കാണുന്നത് എന്തായിരിക്കും? ഒരു മാപ്പായിരിക്കും. ഈ മാപ്പായിരിക്കും കാണുക. മാപ്പിനകത്ത് നിന്ന് എങ്ങനെ ഡാറ്റ എടുക്കുക? മാപ്പിനകത്ത് ഡാറ്റ എടുക്കുക എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? കീ കൊടുത്താൽ മതി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നെയിം. ഓക്കെ, ദെൻ ഇയാളുടെ ഏജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെ 0th ഇൻഡെക്സിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഏജ് കോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് John 35 ആൻഡ് യു ക്യാൻ ചെക്ക് ഇറ്റ്. John 35. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഹൗ യു ഗെറ്റ് ദ ഡാറ്റ. ഇതിനകത്ത് നിന്ന് ഡാറ്റ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻ റിയൽ വേൾഡ് നമുക്ക് ഡാറ്റ വരുന്നത് ഈ രീതിയിലായിരിക്കും. ഇൻ റിയൽ വേൾഡ് APIs ഒക്കെ ചെയ്യുമ്പോൾ ഡാറ്റ വരുന്നത് ഈ രീതിയിലൊക്കെ ആയിരിക്കും. ഇത് JSON ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ JSONന്റെ സിൻടാക്സിൽ JSONന്റെ കാര്യം ഓർത്തിരിക്കേണ്ട കാര്യം, JSONലെ കീ എപ്പോഴും എന്തായിരിക്കും? ഡബിൾ കോട്ടഡ് സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഡബിൾ കോട്ട്സ് വെച്ച് എഴുതി പഠിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? മാപ്സ് എന്നുള്ള ടൈപ്പ്. ഓക്കെ, ദെൻ നമുക്കിനി നോക്കാനുള്ളത് എന്താണ് വാർ എന്നുള്ള കീവേഡ്, എന്താണ് ഡൈനാമിക് എന്നുള്ള കീവേഡ്, ആൻഡ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 തിങ്സ്. ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.